സാബുദാന കിച്ചടി റെഡി ആയിട്ടുണ്ട്. സാധനം നല്ല ചൂടാണ്. മറാഠി ഡിഷ്. ഓക്കെ, ഒരു ന്യൂട്രൽ ഡിഷ്. വായുങ്ങനെ വഴുതി കളിക്കുന്നു. സാബുദാന ഉപാസന ഉണ്ടാക്കുന്നതാണ്. ഉണ്ടാക്കി നോക്കുക. ഈറ്റൻസിയിലേക്ക് പുതിയൊരു ഡിഷായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പം എൻജോയ് ആൻഡ് ടേക്ക് കെയർ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് സാബുദാന കിച്ചടി. അതിന് വേണ്ടി എണ്ണ ചൂടാക്കി, ഏതെണ്ണ എടുക്കുക, സൺഫ്ലവർ അല്ലെങ്കിൽ ബ്രൗൺ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ, നിങ്ങളെ ഇഷ്ടത്തിന് ഏതെണ്ണയും. പീനട്ട്, വെളിച്ചെണ്ണ വേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പീനട്ട് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, അങ്ങനെ ഒരു ന്യൂട്രൽ ഓയിൽ എടുത്തോ. നമ്മൾ ജീരകം ഇട്ട്, ജീരകം ഒന്ന് പൊട്ടിച്ചെടുത്ത് അടുത്ത നമ്മൾ പച്ചമുളക് ഇട്ട്, കടുക് പൊട്ടിക്കണ്ടേക്ക് കടുകും പൊട്ടിക്കാം കേട്ടോ. ഒന്ന് പച്ചമുളക് ഒന്ന് വാട്ടിയെടുക്കുക. അടുത്തത് കടലക്ക, നിലക്കടല ഒന്ന് ചതച്ചിട്ടിടുക. അപ്പോൾ അതിനു വേണ്ടി മിക്സറിലൊന്ന് തിരിച്ചിട്ടിട്ട്, അപ്പോൾ ഒന്ന് ക്രഷായി കിട്ടും. അപ്പോൾ നിലക്കടല ചതച്ചിട്ടിട്ട് അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒന്ന് ലേശം ബ്രൗൺ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. ആ പച്ച ചോയും ഒന്ന് ക്രഞ്ചും കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇത് ഒന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ നമ്മൾ കരിവേപ്പിലയിട്ട്, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഈ ഐറ്റംസ് ഇടൂല. കാരണം ഇത് ഉപാസ് എന്ന് പറയുമ്പോൾ വ്രതം വെക്കുമ്പോൾ, ഒരു ദിവസം 2 ദിവസം വ്രതം വെക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ ഉണ്ടാക്കുന്ന മെയിൻ ഒരു ഡിഷായത് സാബുദാന കിച്ചടി. അപ്പോൾ നമ്മൾ ഇതിൽ ഉരുളക്കിഴങ്ങ് ഇട്ട്, പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് ഇട്ടു. സാബുദാന എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിൽ ചവ്വനരി എന്ന് പറയും, ടാപ്പിയോക്ക പേൾസ്. അത് സ്റ്റാർച്ച് കൊണ്ട് ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ ബോൾ. അത് മുൻകൂട്ടി നമ്മൾ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. വേവിക്കണ്ട, വേവിച്ച് കഴിഞ്ഞാൽ അതാകെ പായസം പോലെയാവും. അപ്പോൾ ഒന്ന് കുതിർത്ത് വെക്കുക. വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ നല്ല വെള്ള മണി പോലെ പൊന്തി വരും. അപ്പോൾ അതാണ് സാബുദാന കിച്ചടി. അടുത്ത ഇതൊന്ന് വേവണം, വെന്ത് വരുന്നേ ഇല്ലൂ. നമ്മൾ ഈ പറഞ്ഞ ഇതിട്ടു, സാബുദാന അല്ല ചവ്വനരി, അതിട്ട് ഇതുണ്ട നല്ല വെളുത്ത് വെള്ള നിറം. ഇത് നമ്മൾ പായസത്തിലോട്ട ഒരു കണ്ണ് പോലെ ഉണ്ടാവും, ചെറിയൊരു വഴുക്കലിയായിട്ട്. നല്ല രസമാണ് ഇത് കഴിക്കാൻ വേണ്ടി. പക്ഷെ ഇത് മറാഠി ഡിഷാണ്. സാബുദാന എന്ന് പറയുന്നു, സാബൂനരി എന്ന് പറയും, ചവ്വനരി എന്ന് പറയും. അപ്പം അതാണ്. വേവാൻ അധിക താമസമില്ല. കിച്ചടി എന്ന് പറയുമ്പോൾ ഒരു പായസം രൂപത്തിൽ വരും ഈ സാധനം. നമ്മളെ നാട്ടിൽ കപ്പപ്പുഴുക്കെല്ലാം ആക്കൂലേ, അതേപോലെ സാബുദാനൻ്റെ പുഴുക്ക് എന്ന് പറയാം ചുരുക്കി പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ പച്ചമുളക്, എരിവിന് പച്ചമുളക്, ഉപ്പിടുക, ഉരുളക്കിഴങ്ങ്, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് ഉണ്ടാക്കിയെടുക്കാം. മറാഠി ഡിഷ് സാബുദാന കിച്ചടി. ഇത് കൂടുതലും നിങ്ങൾക്ക് ഇതിൻ്റെ വട കിട്ടും, സാബുദാന വട. അതും ഏകദേശം ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. പക്ഷെ അത് ഇതേപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് എന്നിട്ട് വട പോലെ പരത്തി, പരിപ്പ് വടേൻ്റെ ഷേപ്പിൽ പരത്തി എണ്ണയിൽ പൊരിച്ചെടുക്കുക. അത് സാബുദാന വട. പിന്നെ ഇത് സാബുദാന കിച്ചടി. ഇത് അധിക വീട്ടിലും ഉപാസ് അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ വ്രതം വെക്കുന്ന വീടുകളിൽ
ഈ സാധനം കഴിക്കുക, ഈ ഡിഷാണ് മെയിനായിട്ട് കഴിക്കുക. സാബുദാന വട, പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ്ചർ, സേവ് എന്ന് പറയും, ഉരുളക്കിഴങ്ങിൻ്റെ സേവ് മിക്സ്ചർ, ആലു ഭുജിയ ഹൽദിറാംസിൻ്റെ എല്ലാം പാക്കറ്റ് കിട്ടും. ആലു ഭുജിയ. പിന്നെ കഴിക്കുക എന്ന് വെച്ചാൽ വേഫേഴ്സ്, പൊട്ടാറ്റോ വേഫേഴ്സ്. ഇതൊക്കെയാണ് ഇവിടുത്തെ മറാഠി ഡിഷ്. അപ്പോൾ സാധനം ആയിട്ട് ഫൈനൽ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതിങ്ങനെ ചെറിയ തീയിൽ ഇളക്കി കൊടുക്കുക ഇടക്ക്. ആയി കേട്ടോ, ഒരു 5 മിനിറ്റിൻ്റെ കുക്കിംഗ് ടൈമേ ഇല്ലൂ. പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഈ സാബുദാന കിച്ചടി. വെള്ളം ഒഴിക്കരുത് വേവിക്കാൻ വേണ്ടി. അത് ചെറിയ തീയിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചൂട് തന്നെ 3-4 മിനിറ്റ് കൊണ്ട് വെന്ത് വരും. അപ്പോൾ വൈറ്റ് ആയിട്ടുള്ള ആ സാബുദാന അത് ഓഫ് വൈറ്റ് ആവും. അപ്പം തന്നെ അത് റെഡിയായിന്ന് കൂട്ടിക്കോ. ഒന്നുമില്ല, എരിവിന് പച്ചമുളക്, ഉപ്പിന് ഉപ്പിടുക. ഇങ്ങനെ ഇരിക്കും. ആ ഓഫ് വൈറ്റ് കാണുന്നില്ല, അത് മാറി ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോൾ ഫുള്ള് കുക്കായി കൂട്ടിക്കണം. അപ്പം നമ്മൾ സംഗതി റെഡി. അപ്പോൾ നിങ്ങൾക്കിത് ഡിഷ് സെർവ് ചെയ്ത് കഴിക്കാം കേട്ടോ. സംഗതി റെഡിയായി. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറയില്ല, എന്നാലും കുഴപ്പമില്ല. ഒരു പുതിയ ഡിഷ് നമുക്ക് കഴിച്ച് ശീലമില്ല എന്നേ ഇല്ല, പക്ഷേ പുതിയൊരു മറാഠി ഡിഷ്, സൂപ്പർ ഈസി ആൻഡ് ഫാസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ഈറ്റ് ആൻഡ് സീ. പുതിയൊരു ഡിഷായിട്ട് ഇനിയും വീണ്ടും വരുന്നതായിരിക്കും. സാബുദാന കിച്ചടി കഴിക്കുക.